ഇസ്രയേലിൻ്റെ സുഹൃത്ത് രാജ്യങ്ങൾ പോലും ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിൽക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതും യൂറോപ്പിൽ നിന്നൊരു രാജ്യമാണ് ഇപ്പോൾ ഇസ്രയേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ബ്രിട്ടനിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അതായത് ഇസ്രയേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ബ്രിട്ടനിലെത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേക്കും എന്ന രീതിയിലൊരു സൂചന ബ്രിട്ടൻ നൽകുന്നുണ്ട്. അതായത് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ICC ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ ഒരു അറസ്റ്റ് വാറണ്ട് നിലവിലുണ്ട്. അതായത് ഗസയിൽ നടത്തിയിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള കുറ്റകൃത്യത്തിൻ്റെ പേരിലാണ് നെതന്യാഹുവിനെതിരെ ഈ ഒരു അറസ്റ്റ് വാറണ്ട് വന്നിരിക്കുന്നത്. അതായത് ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ബ്രിട്ടനിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ICCയുടെ നിയമപ്രകാരം, അതായത് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ നിയമപ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്ന രീതിയിൽ തന്നെയാണ് സൂചന ബ്രിട്ടീഷ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന് മാത്രമല്ല അറസ്റ്റ് വാറണ്ട്, ഇസ്രായേലിൻ്റെ തന്നെ ഒരു പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നു, മുൻ പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നു, ഗ്യാലൻ്റ് എന്ന് പറഞ്ഞ്. ഈ ഗ്യാലൻറ്റിനെതിരെ അറസ്റ്റ് വാറണ്ട് ഇപ്പോൾ നിലവിലുണ്ട്. എന്നാൽ ICC കുറ്റം ചുമത്തിയ ഒരാളും ബ്രിട്ടൻ്റെ മണ്ണിൽ ഇതുവരെ കാലുകുത്തിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നും ബ്രിട്ടീഷ് സർക്കാർ അഭിപ്രായപ്പെട്ടു. അതിനിടെ മറ്റൊരു രാജ്യവും നെതന്യാഹുവിനെതിരെയും ഇസ്രായേലിനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ്. അത് കാനഡയാണ്. അതായത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയപ്പെടുന്ന കാനഡയാണ് ഇപ്പോൾ നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അതായത് ICCയുടെ, അതായത് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ ഈ ഒരു വാറണ്ട് നിലനിൽക്കുന്നതിനാൽ നെതന്യാഹു കാനഡയിലെത്തുകയാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ഉണ്ടായേക്കാം എന്ന രീതിയിൽ കാനഡയിൽ നിന്നും വിവരങ്ങൾ വരുന്നുണ്ട്. അതായത് ലോകത്തിൽ തന്നെ മുൻനിരയിലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ തൊട്ട് ഇസ്രയേലിനോട് അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ വരെ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. തീർച്ചയായിട്ടും ഒരു വർഷത്തിന് മേലെയായി ഇപ്പോൾ ഗസയിൽ ആ യുദ്ധം നടക്കുന്നു. ഇത്തരം മനുഷ്യക്കുരുതികൾ തീർച്ചയായിട്ടും ലോകം ഒരു പരിധിവരെ കണ്ടുകൊണ്ട് നിൽക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ കാനഡയുടെ ഭാഗത്തു നിന്നും ആ രീതിയിലൊരു ഈ ഒരു വാറണ്ട് നിലനിൽക്കുന്നതിനാൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്തേക്കാം എന്ന രീതിയിലാണ് കാനഡയിൽ നിന്നും വാർത്ത വരുന്നത്. ലോകരാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ US പ്രസിഡൻ്റായിട്ടുള്ള ജോ ബൈഡൻ ഇതിനെതിരെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ നേതാക്കൾക്കെതിരായ അറസ്റ്റ് വാറണ്ട് അതിരുകടന്ന നടപടി എന്ന രീതിയിലാണ് ജോ ബൈഡൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇസ്രായേൽ പോലും കരുതി കാണില്ല ഈ ഒരു അറസ്റ്റ് വാറണ്ടിന് ഇത്രയും അധികം രാജ്യങ്ങൾ ഈ ഒരു അറസ്റ്റ് വാറണ്ടിനെ അംഗീകരിക്കുമെന്ന്. നമസ്കാരം.